കുറച്ച് ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് പിങ്ക് ലൈം ചേരുവകൾ 2 മാതളം തോട് പൊളിച്ച് അതിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ എടുത്തത്, ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാകും. നാരങ്ങാ നീര് 1 വലിയ നാരങ്ങയുടേത്, തേൻ 1 ടേബിൾ സ്പൂൺ, ഐസ് വാട്ടർ 2 കപ്പ്, പുതിനയില 2 ടേബിൾ സ്പൂൺ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. പിങ്ക് ലൈം എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് കളറിലെ ഒരു ലൈമാണ്, അതായത് നമ്മുടെ മാതളം പൊമോഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലിപ്പോൾ ഇതിപ്പോൾ 2 മാതളത്തിൻ്റെ അകത്ത ഭാഗമാണിത്. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്, 1 നാരങ്ങയുടെ നീരുണ്ട്, പിന്നെ കുറച്ച് തേൻ ആവശ്യാനുസരണം. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്, ഞാൻ കഴിച്ചു നോക്കി. പിന്നെ കുതിർത്ത സബ്ജ സീഡ്സ് അഥവാ നമ്മുടെ കറുത്ത കഷ്കശ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഒരു ബ്ലെൻഡറിലേക്ക് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1 നാരങ്ങയുടെ നീര്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഒരു ചെറിയൊരു ബ്ലെൻഡിങ് ആവാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാകും, വേണമെന്നില്ല, ഓപ്ഷണലാണ്. പക്ഷെ തേൻ നല്ലതാണ് ആരോഗ്യത്തിന്, അതുകൊണ്ട് ഓക്കെ ജസ്റ്റ് ഒന്നിരിക്കാം. ഇനി ഇതിലേക്ക് പുതിന ലീവ്സും കൂടി ചേർക്കാം, കുറച്ച്. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്, നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ കുരുവെല്ലാം ഉണ്ടാവുമല്ലോ, അതിനി അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റും. ആ പുതിന ഇലയും എല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു സ്വാദും ഒക്കെ ഇൻഫ്യൂസ്ഡ് ആയിട്ട് ഇതിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കംപ്ലീറ്റ് സത്തും ഇങ്ങനെ എടുക്കാം. അങ്ങനെ പിങ്ക് ലൈം ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിൻ്റെ ചണ്ടി പോലെ ഇരിക്കുന്ന ചണ്ടി മാത്രമാണ് വേസ്റ്റാണത്, കുരുവൊക്കെ അല്ലേ ആവശ്യമില്ല. ഇത് വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. മാതളം, പിന്നെ നാരങ്ങാനീരിൻ്റെ വൈറ്റമിൻ സി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. പുതിന ലീവ്സ് ഉണ്ട്, തേനുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അത് പകർന്ന് മാറ്റാം. അപ്പോൾ ഐസ് ക്യൂബ്സ് ധാരാളം. കുറച്ച് നേരമായി ഐസ് ക്യൂബ്സ് ഇങ്ങനെ പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ മേളിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസ് അഥവാ സബ്ജ സീഡ്സ് ഓർ ബേസിൽ സീഡ്സ് എന്ന് പറയും. ഞാൻ ഇച്ചിരി ലാവിഷായിട്ടിട്ടാണ് 2 ടേബിൾ സ്പൂൺ നിറച്ച് കുതിർത്തത്. ഇനി ഇതിലേക്ക് നമ്മുടെ പിങ്ക് ലൈം, മനോഹരിയായ പിങ്ക് ലൈം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം. യെസ്, കാണാൻ തന്നെ എന്ത് ഭംഗിയ, സോ ബ്യൂട്ടിഫുൾ. യെസ്, അങ്ങനെ ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ചിട്ട് അലങ്കരിച്ചു. അപ്പോൾ എന്തൊരു കോൺട്രാസ്റ്റ് നോക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു കളർ സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് മാതളത്തിൻ്റെ ജ്യൂസാണെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർന്ന് വന്നപ്പോൾ അതിനൊരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും, ഒരു ഗ്രേപ്പ് ജ്യൂസ് പോലെ തോന്നും. ഇതാണ് നമ്മുടെ പിങ്ക് ലൈം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കും ഉണ്ടാക്കി നോക്കുക. ഇത് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. നമ്മൾ പുറത്ത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമില്ലല്ലോ. അപ്പോൾ നോമ്പ് തുറ സമയത്ത് ആദ്യം കഴിക്കുന്ന ലഘുപാനീയങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു പിങ്ക് ലൈമും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ചൂട് കാലമായതുകൊണ്ട് പകൽ സമയങ്ങളിൽ നോമ്പില്ലാത്ത ആൾക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്.